മഴ കഴിഞ്ഞിട്ടുള്ള ദിവസം രാവിലെ എഴുന്നേറ്റാൽ നല്ല മഞ്ഞ. അങ്ങോട്ടൊന്നും ഒന്നും കാണത്തില്ല, അടുത്തുള്ളത് മാത്രമേ കാണത്തുള്ളൂ. മറ്റവന് കലിപ്പ കുരയ്ക്കുന്നു.
Oh.
പട്ടി തൊട്ടോ മേനെ. സിംബ വാ ഇവിടെ. ആഹാ കിടന്നു കിടന്നു അവിടെ കിടക്ക. സിംബ കിടക്ക അവിടെ. സിംബ കിടക്ക. ഏയ് റോക്കി റോക്കി കിടക്ക അവിടെ. കിടന്നു കിടന്നു കിടക്കടാ കിടക്കടാ കിടക്ക. സിംബ കിടക്ക അവിടെ. സവോള കറിയോ? സവോള എന്താ? സവോള കറി വെക്കാൻ. സവോള കറിയില്ല, തോരൻ. തോരനോ? എന്താ സവോള കറി. മുട്ടയും കൂടി ചേർക്കണം, ഇളക്കണം. ചപ്പാത്തി മുട്ടയും കൂടെ ചേർക്കണം. ചപ്പാത്തി അമ്മ ഇതെന്നാ അമ്മ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് എന്നെ കൊണ്ടിരിക്കാതെ പറ. എന്താണ് അപ്പോൾ പറ. ആരോട് പറയരുത്. പറട്ടെ പറയാൻ പോണേ. വേണ്ട. പറട്ടെ സവോളക്കറി. രാവിലെ നല്ല മഞ്ഞാണല്ലോ. ഇതാരെടുക്കുന്നേ? ഇതോ ഇരുമ്പന്നെ ആരാണ് കരഞ്ഞോണ്ട് പോകുന്നത്? വേറൊന്നും കൊണ്ടല്ല, അവൾക്കിപ്പോൾ ഇന്ന് തന്നെ മൂക്കുത്തണം എന്ന് പറഞ്ഞു. അത് നടക്കുന്ന കാര്യമല്ല. ഇന്ന് തന്നെ എങ്ങനെ പെട്ടെന്ന് മൂക്കുത്തുന്നേ എന്ന് പറഞ്ഞേ. അയാൾ പറയാൾ പഠിച്ചെടുത്ത് നിങ്ങളെല്ലാം കൂടെ എന്നെ മറപ്പിക്കുവാന്ന്. മൂക്ക് അതല്ല മൂക്ക്. അയ്യോ പതിയെ പോണേ, പുലി പിടിക്കും.
ആരും വന്നതല്ല എൻ്റെ പൊന്ന് സഖാവേ. പോയി. ഇപ്പം മൂക്കുത്തണം നമുക്ക് പെട്ടെന്ന് തന്നെ. ഇന്ന് തന്നെ മൂക്കുത്തണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. കുത്തി തരാമെന്ന് പറഞ്ഞ്, പക്ഷെ ഇന്ന് തന്നെ മൂത്തണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? പരത്തുമ്പോൾ ഒരാൾ പുള്ളിക്കുവാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഇത് പരത്തി കുറച്ച് മാറ്റി വെച്ച് പിന്നെ പുള്ളിച്ച് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് അങ്ങനെ വശമില്ല. അതുകൊണ്ട് ഭയങ്കര ആ എഴുന്നേറ്റോ? നേരം എടുത്തോ? മഴ കൊഴിഞ്ഞിരിക്കുള്ളൂ നടത്തി. അത് ശരിയാ. ഞങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ടില്ലേ? ഞങ്ങൾ വഴക്കുണ്ടാക്കാതിരുന്ന കുഴപ്പമില്ലല്ലോ. അത്ര ഒച്ചപ്പാടുണ്ടായത്. ഒച്ചപ്പാടുണ്ടാക്കിയാലേ എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഇന്ന് മൂക്ക് കുത്തണമെന്ന് എന്നാ ഒരു കയറെടുക്കാൻ പറ്റായിരുന്നു. ഒരുത്തി രാവിലെ എണീറ്റ് പറയണേ, ഓ ശ്യാമളമ്മ പിന്നെ ചത്തുപോയാൽ പിന്നെ എന്നാ എനിക്ക് ആരും ഇല്ലെന്നോ. ഇല്ലേ? ശാംഭവിക്ക് ആരും ഇല്ലെന്നോ. ശാംഭവിക്ക് ആരും അങ്ങനെ ശാംഭവിക്ക് ആരും ഇല്ലെന്നോ. ഇന്ന് രാവിലെ ഉണ്ടല്ലോ കാഴ്ചയൊരു പരിപാടി. ഞാൻ അറ്റത്ത് കിടക്കുവാണേ. ഞാൻ എന്തോ പറഞ്ഞപ്പോ ഇപ്പോഴുണ്ടല്ലോ ഒറ്റ തള്ള തന്നെ. അയ്യോ സത്യം പറഞ്ഞ ഞാൻ ഓർത്ത് എന്റെ കയ്യോ കാലോ ഒടിഞ്ഞ് വീഴുമെന്ന്. ഉപദ്രവത്തില്ല അവള് അവിടെ ചതി കൊണ്ട് ഒറ്റ തട്ട് ഉടനെ ഞാൻ പറഞ്ഞേ ഞാനിപ്പോ ചത്തുപോയല്ലോ എന്ന് പറഞ്ഞു. ഒന്നര പറഞ്ഞേ ഇപ്പൊ രാമമ്മ ചത്തുപോയാലേ ശാംഭവിക്ക് പിന്നെ ആരും ഇല്ലെന്ന്. ആരാനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും മക്കളോ എല്ലാ ജയുടെ മക്കളാ. പോയോ മതിയോ? രാമമ്മയുടെ മക്കളാരൊക്കെയാ മനെ? ശാംഭവി, ജാനൂട്ടി, ശാംഭവി എല്ലാ ശാമയുടെ മക്കളാ. മക്കളാരോ ആരാണിയാ ജയമയുടെ മോള്? ശാമ്പളയുടെ മോള് ശാംഭവി ചേച്ചി എല്ലാ ജയുടെ മക്കളാ. ശാംഭവി പോയോ? ചാച്ചാച്ചിക്കോ? ചാച്ചാച്ചിക്ക് എത്ര മക്കളുണ്ട്? ശാംഭവി, കുട്ടപ്പായി, ജാനൂട്ടി എല്ലാം ചാച്ചാച്ചി മക്കളാ. പോയോ? കുട്ടപ്പായും ജാനൂട്ടിയിട്ടാ കഥയില്ല അവക്ക്. അനിയുണ്ട് ശാംഭവി. അതെ ജാനൂട്ടി ആണ് പൂജി. വെള്ളം ഒഴിച്ച് വെള്ളം നനയ്ക്കണം. വെള്ളം മാത്രം. മുട്ടയില്ല. മമ്മി ജാം കഴിക്കുന്നില്ലേ? എവിടെയാ ഇത്ര നേരം? രാവിലെ ചുമ്മാ കരഞ്ഞ ആ കണ്ണീരെല്ലാം അവിടെ കളഞ്ഞു. ഇവിടെ വെച്ച് കയറി വരുന്ന ഗ്ലാസ്സിനകത്ത് പിടിച്ചെടുക്കായിരുന്നു. പിന്നെ പിള്ളേരെല്ലാം വിട്ടു പോകുന്നപ്പോൾ അവൾ കരയോ? ഇവക്ക് ശകലം ഒരു സ്നേഹമുള്ളതാണ്. ഇതും പഠിക്കാൻ പറ്റാതെ മറ്റേ എന്നാലും നീ പരീക്ഷ ചേർന്നിട്ട് സന്തോഷത്തിന് ഞങ്ങൾക്ക് വല്ലതൊക്കെ ചെലവ് ചെയ്യണ്ടേ? എങ്ങനെ ഞാൻ ഇവിടെ പറയും ചേട്ടാ പഠിക്കാൻ? എനിക്ക് പഠിക്കാൻ പറയണം അവളോട്.
ഇനി അവളൊന്നും നോക്കാനാ ആ പൊട്ടിച്ച് അവൾക്ക് പട്ടിക്ക് കൊടുക്കാം. നല്ല നല്ല അയ്യടാ ഏറ്റവും തരച്ചുണ്ട് പാല് വെച്ച് കുട്ടിയുടെ കലാലയ അവസാനിച്ചിരി തോറ്റു പോകുന്ന പറഞ്ഞതിനർത്ഥം. അയ്യോ വേണ്ട കൊച്ചിന് ശമ്പളം ഇപ്പൊ എന്തോ ചെയ്താണല്ലോ. മോളെ കുഞ്ഞിനെണു നാളല്ലടാ ബാബോ കുഞ്ഞിനെ പിടിക്കുന്നു. ഇത് കൂടെ വെച്ചേക്കുന്നത് ആരടിച്ചേ? കോഫി ഉണ്ടാക്കുന്നുണ്ടോ മോനെ? നിങ്ങൾ പിടിച്ചോ? അടി കൊടുക്കാം. ഫോൺ എടുത്ത് ഇങ്ങനെ ഇരുന്നു സമയത്രയെന്ന വിചാരം. ചെമ്പരത്തി താളിത്തലയിൽ പുരട്ടി വൈകിട്ട് 3 മണിയാകുമ്പോ ചെല്ലാനാ പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നേ. ഞാൻ പാവത്തിനോട് പറഞ്ഞാൽ വിളിച്ചു ഇവനെ കൊണ്ടാണ്. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ കാക്കമ്മ ചൊല്ലുന്ന പോലെ തോന്നും. കാക്കമ്മ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ പാട്ടുകളൊക്കെ ഇറക്കാറുണ്ട്. നല്ല ചൂട് വേണം. ഓടി അത് പെട്ടെന്ന് തീർന്നു പോകും. തീരാതിരിക്കാൻ വേണ്ടിയാ ഗുപ്തൻ ചായ ഇങ്ങനെ ഊതിയാ കുടിച്ചോണ്ടിരുന്നത്. ഞാനും അങ്ങനെയാ. ഗുപ്തനെ എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് നോക്ക് നാരായണി. തലയോട്ടിയിലോട്ട് ഇങ്ങനെ പിടിപ്പിച്ച് ഇങ്ങനെ മസാജ് ചെയ്യണം. അതിന് നല്ല വല്യമ്മ തള്ളമാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരും. എനിക്ക് എൻ്റെ കാക്കമ്മ ചെയ്തു തന്നത്. നീ നിൻ്റെ വല്യമ്മയോടെന്ന് പറയടി. ആ രണ്ടും കണക്കാ. എനിക്ക് എൻ്റെ അമ്മ തേച്ച് തന്നിട്ടില്ല, വല്യമ്മ തേച്ച് തന്നേ. എങ്ങോട്ടാ? ഒന്ന് ഫോണിൽ ഒന്ന് ആരും വിളിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം അല്ലാതെ ഉള്ള സീരിയലും കണ്ടിരിക്കും. എന്നാൽ പിന്നെ വിനോശാന്തി വിളിച്ചാൽ പോരായിരുന്നു. അത്തമ്മയ്ക്ക് അത്ര മതിയെങ്കിലും. വിനോശാന്തിയുടെ കാര്യം പറഞ്ഞു. ഞാൻ വിനോശാന്തി വിളിച്ചാൽ പോരാ, അമ്മയ്ക്ക് അത്ര സങ്കടമാണെങ്കിൽ. ഇല്ല പറയുമായിരുന്നു എല്ലാവരും വിനോശാന്തിയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ. ശ്യാമളമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. സംസാരിച്ചാ വെളിയിൽ കേൾക്കത്തില്ല. ബാക്കി രണ്ടെണ്ണം ഉണ്ട്. സംസാരിച്ചാ ഒരെണ്ണം മുണ്ടക്കത്തേക്ക് ഒരെണ്ണം അങ്ങ് ഈരാറ്റുപേട്ട അങ്ങ് അറ്റത്ത് കേൾക്കാം. മഴയത്തോ? ഇന്നലെ കുളിച്ചില്ലേ മഴയത്ത്? ഇന്നലെ എപ്പോഴാണോ? ഇന്നലെ മഴ പെയ്തപ്പം മഴയത്ത് കുളിച്ചല്ലോ. ഇനിയിപ്പം കുറച്ചാൾ കഴിഞ്ഞു. നേരാണല്ലോ. നിന്റെ മുഖത്ത് ഒരുപാട് നിങ്ങൾ ആരെയും മനസ്സിലാക്കാത്ത മുഖം ഇടിമിച്ച് വീങ്ങി വേറെ വണ്ണം കൂടിയിട്ടാ. നീ തൂക്കി നോക്കി പറഞ്ഞില്ലേ ഇരട്ടി തൂക്കമാന്ന് ആശുപത്രിയിൽ നിന്ന്. അത് തന്നെ സംഭവം. തൂക്കം വെച്ചിട്ട് കുറച്ചാൽ എല്ലാം റെഡിയാവും.
കുളിക്കടി. പോവാ. ഇന്നും നല്ല മഴ തുടങ്ങുന്നുണ്ട്. നല്ലൊരു മഴ കഴിഞ്ഞു. ഇതിന് വേഗം എപ്പോഴാണ് ആദ്യത്തെ മുട്ട അയ്യോ എവിടെ ഇരുന്നേ? ഓടിനകത്തോ? അവിടെ ഇപ്പുറത്ത് മുട്ട ഇടാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി വെച്ചില്ലായിരുന്നോ? അതിനകത്ത് കയറിട്ടോ? രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം എടുത്തില്ലേ അവിടെ വെച്ച്. രണ്ടെണ്ണമുണ്ടോ? ഇത് പിന്നെ ചുമല ഇത് കണ്ടോ? മറ്റേ വെള്ളമുട്ടയുടെ ഇത് കണ്ടോ? ചെറുതാ ആദ്യത്തെ. അപ്പാ കുഞ്ഞു മുട്ടയാ. ഇനി അടുത്ത നമ്മളെ ഉള്ളു. ഇതിനകത്ത് വെച്ചോ, കച്ചി ഉണ്ട് അതിനകത്ത്. കച്ചി അല്ല കോഴിയുടെ മുട്ട കിട്ടി. ആ രണ്ടെണ്ണം ആ കൂടിനകത്ത് തന്നെ. ഇപ്പുറത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നോ മുട്ടയിടാൻ? അതിനകത്ത് തന്നെ. ഒരെണ്ണേ എടുത്തോളൂ. വെച്ചില്ലെങ്കിൽ ചിലപ്പോഴേ നാളെ അത് മുട്ട ഇട്ടില്ലെങ്കിലോ അവിടെ. ആ പോവും. ഓ അട വെച്ചാലേ എടുക്കുള്ളൂ. അത് കുഴപ്പമില്ല, നാളെ നോക്കാം. പാമ്പിന് കയറത്തില്ല അതിനകത്ത്. മുട്ട എന്നിട്ട് വെളിയിൽ കൊണ്ട് ഇത് വെളിയിൽ കൊണ്ടിട്ടാല് പറമ്പിൽ കൊണ്ടിട്ടാല് ഇപ്പൊ അത് ഇട്ടിട്ട് ഒന്ന് മുട്ട ഇട്ട്. പക്ഷേ ഉണ്ടല്ലോ, സാധാരണ നേരത്തെ ഇവിടെ താറാവുള്ള സമയത്ത് നമ്മൾ മൊത്തം മുട്ട എടുത്ത് മാറ്റുമ്പോഴത്തേനും അത് എങ്ങനെ അറിയും? ആര് പുറകെ നടക്കും? ഇപ്പൊ രണ്ടെണ്ണം ഉണ്ടായിട്ട് കൊണ്ടുപോയില്ലോ. അങ്ങനല്ല മണം പിടിക്കുന്നത്. മുട്ട അടയിരിക്കുമ്പോഴാ. ഇല്ല, ഞാനിപ്പോ രാത്രി അടയ്ക്കാൻ പോയപ്പോഴത്തേനെ, കൂടടയ്ക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും കൂടിനകത്ത് ഇറങ്ങുമ്പോ വിളി തുടങ്ങുന്നേ. എല്ലാം മുറുകി. കുഞ്ഞുമുട്ടയാണ്. ആദ്യമൊക്കെ കോഴിയൊക്കെ ചിലപ്പോ തോൽമുട്ട ഇടും. അത് പിടിക്കാൻ നല്ല സുഖമല്ലേ? അത് കാഴ്ചന്റെ ഇതിപ്പോ കാഴ്ചന്റെ എന്റെ സ്വന്തം വീടിന്റെ സ്വന്തം മുട്ടയല്ലേ. ഈ കളറ് അതാ നല്ല ശാമ്പുവെ കാണിച്ചോ? ഇല്ല, അവള് ചോദിച്ചിട്ടോ. അതിനല്ലേ നീ അലറിയേ? അത് പിന്നെ ശാമ്പുവേ, 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 കോഴി മുട്ടയിട്ട കാണണോ? വാന്നാ കാണിച്ചേടി കൊച്ചിനെ. നമ്മളെ കോഴിയില്ലേ മുട്ടയിട്ട് വേണ്ട. നമ്മുടെ കോഴിയിട്ട മുട്ടയാ കാണിച്ചേ. വേണ്ട. കണക്ക് നോക്കുവാണോ? കോഴി കൂട്ടിലുണ്ട്. നമ്മൾ മേടിച്ചതല്ല, നമ്മൾ കോഴിയിട്ട മുട്ട. ആദ്യത്തെ മുട്ട ശാമ്പോയിക്കണേ. നാളെ മതി, നാളെ. നാളെ ഇന്ന് നീ കഴിച്ചതാണല്ലോ. നാളെ രാവിലെ ശമ്പൂനും നാരായണിക്ക് പകുതി തരാം. 2 പേർക്ക് ഇപ്പൊ ഇല്ല. മഴ നിന്നിട്ടില്ല. മഴ ചാറിക്കൊണ്ട് തന്നെ ഇരിക്കുക. വലിയ ശക്തിയില്ലെന്നുള്ളൂ, ചെറുതായിട്ട് ഇങ്ങനെ പൊടിയുന്നുള്ളൂ. നല്ല തണുപ്പായി.